ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? വെറൈറ്റി ചമ്മന്തി. നിങ്ങൾ എപ്പോഴും കഴിക്കുന്നത് എങ്ങനെയാ? തേങ്ങ ചമ്മന്തി, വേറെ വേറെ ടൈപ്പ് ഓഫ് ചമ്മന്തി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വറ്റൽ മുളക് ചമ്മന്തിയാണ്. ഈ ചമ്മന്തിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് മാത്രം മതി, നമ്മൾ ഒരു കാലം ചോറ് വേണമെങ്കിൽ നമ്മളിത് തിന്നും. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആണ്. 90s കിഡ്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇതൊക്കെ ഇങ്ങനെ തലേന്നത്തെ പഴഞ്ചോറിലൊക്കെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ ഉള്ളി മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ അത് മാത്രം മതി, മീൻകറി പോലും വേണ്ട. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? ബയോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ? ഫസ്റ്റ് നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. നല്ല വറ്റൽമുളകാണ് കേട്ടോ, അടിപൊളിയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. പിന്നെ കുറച്ചധികം ഉള്ളി, കൊച്ചുള്ളി കുറച്ചധികം വേണം കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഈ മീൻകറിക്കകത്തൊക്കെ പിഴിഞ്ഞൊഴിക്കുന്ന പുളി, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ കറിവേപ്പില. ഇത് ഇത്രയാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത്. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇത്ര കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോയാലോ ഉണ്ടാക്കാൻ? വാ. അങ്ങനെ ഗ്യാസ് ഓൺ ചെയ്തു. ഇനി നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഗ്യാസ് ഓൺ ചെയ്തു. നമ്മൾ അതിനെ ശുദ്ധമായിട്ടുള്ള പച്ച വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു. അത് ചൂടായതിനു ശേഷം നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരണം. മീൻസ് ആ ഒരു കളർ, അങ്ങനെ ഒരു കളറായി വരണം. നമ്മളിതിൻ്റെ നെട്ട ആദ്യമേ ഒടിച്ചിട്ടിടരുത്. അപ്പോൾ അതിനകത്തുള്ള കുരു എല്ലാം അതിനകത്തേക്ക് വീഴും. അതുകൊണ്ട് നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ടേ അത് നെട്ട ഒടിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതേ കണക്കൊക്കെ കുറച്ചൊക്കെ വീഴും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കൊച്ചുള്ളി ഇല്ലേ, കൊച്ചുള്ളിയും പുളിയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഇല്ലേ, നമ്മൾ നേരത്തെ ബാക്കി ഇൻഗ്രീഡിയൻസ് അതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരണം. ഇത് നമ്മൾ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് തീർക്കണം, എന്നാലേ ആ ചട്നിയുടെ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം കറക്റ്റായിട്ട് നല്ല പച്ച വെളിച്ചെണ്ണയിൽ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് വരണമെങ്കിൽ പച്ച വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ ഫ്രൈ ആയി വരുന്നുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ നട്ട ഇപ്പോൾ ഇരുന്ന് ഒടിക്കുവാണ്. നമ്മൾ ഫ്രൈ ആയി വന്ന് കുറച്ചൊന്ന് ആറിയിട്ട്, അല്ലെങ്കിൽ കൈ പൊള്ളും. എന്നിട്ട് നമ്മൾ നെട്ട ഒടിച്ചതിന് ശേഷം നമ്മുടെ ബാക്കി, അതായത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തല്ലോ, അതെല്ലാം കോരി വെക്കുക. എന്നിട്ട് നമ്മളിതെല്ലാം മിക്സിക്കകത്താക്കുക, മിക്സിയുടെ ജാറിലേക്കൊന്ന് ആക്കുക. കുറച്ചത് ചൂടാറിയിട്ട് ഇതെല്ലാം അതിലേക്ക് ആക്കാവുള്ളൂ. എന്നിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇടും കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ഉപ്പ് കുറച്ച് തെറിച്ച് പോയായിരുന്നു, പിന്നെ ഉപ്പിട്ടു. അങ്ങനെ നമ്മൾ നല്ലോണം ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോഴത്തേക്ക് അങ്ങ് അരഞ്ഞ് കിട്ടിക്കോളും. പിന്നെ അതിലേക്ക് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനകത്ത് കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് കുറച്ച് അലങ്കോര പണികൾക്ക് വേണ്ടി കറിവേപ്പില ഇട്ടു. അപ്പോൾ ഗൈസ്, നമ്മുടെ ചട്നി ഇതേ റെഡിയായി. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്തൊക്കെയാണ് നമുക്കൊന്ന് കണ്ടാലോ? ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞ എന്താണ്, ഈ പഴങ്കഞ്ഞിയോടെ ചോറിൻ്റെ കൂടി ഈ ചട്നി മാത്രം മതിയെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, വീട്ടിൽ ഇത്ര ഐറ്റംസ് ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇത് മാത്രമായിട്ട് തിന്നാൻ? അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്ന് തിന്നാം. അപ്പം നമുക്കത് എന്താണെന്നൊക്കെ ഒന്ന് കാണാം. നല്ല ഉള്ളി മുളകൊക്കെ അരിഞ്ഞിട്ട് നല്ല പഴഞ്ചോറുണ്ട്. പിന്നെ അതേ നല്ല പൊരിച്ചിമീനുണ്ട്, വലിയ പൊരിച്ചിമീനാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് നാരങ്ങ അച്ചാറുണ്ട്. പിന്നെ നമ്മുടെ ശംഖച്ചാർ, നിങ്ങൾ ഇത് ഓർക്കുന്നുണ്ടോ? ശംഖച്ചാർ. പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചട്നി. പിന്നെ കുറച്ച് മീൻകറി ഉണ്ട്. എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ തല തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് നല്ല ഈ പഴഞ്ചോറിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊരു ഗ്ലാസ്സിലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ലഞ്ച് അടിപൊളിയാണ്. എനിക്ക് ഇപ്പോഴേ എൻ്റെ വായ നല്ല രീതിക്ക് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പാത്രത്തിൽ സ്ഥലമില്ല ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഒതുക്കിയിട്ട് ഇവിടെ വെക്കാമേ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ സ്പെഷ്യൽ തലക്കറി. ഇത് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഇപ്പം തന്നെ നല്ല മണമുണ്ട്, നല്ല വായ നല്ല രീതിക്ക് വെള്ളവും വരുന്നുണ്ട്. നമുക്ക് കഴിക്കാം. ഭയങ്കര ചൂട് ഗൈസ്, എൻ്റെ കൈയെല്ലാം എന്താ നല്ല രീതിക്ക് പൊള്ളുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ തലയെടുത്ത് വെച്ചു. ഇതൊക്കെയാണ് നല്ല രീതിക്ക് നിറഞ്ഞു, പാത്രം നിറഞ്ഞു. വലിയ പ്ലേറ്റാണ് നമ്മൾ എടുത്തത്. ആ പ്ലേറ്റ് എന്നിട്ടും നിറഞ്ഞു. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. എൻ്റെ പൊന്നു, എനിക്കിപ്പോൾ തന്നെ നല്ല രീതിക്ക് കൊതി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കിയാലോ? സ്പെഷ്യൽ ചട്നി എടുക്കുക, പഴഞ്ചോറിലേക്ക് വെക്കുക, പിന്നെ കുറച്ച് മീൻ ഇങ്ങനെ പിച്ചി എടുക്കുക, അതിലേക്ക് ഇങ്ങനെ വെക്കുക. മുള്ളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് കഴിക്കണം കേട്ടോ. ഞാൻ മാറ്റി വെക്കുക.
പിന്നെ നമ്മുടെ സ്പെഷ്യൽ ശങ്കച്ചാർ ഓർമ്മയുണ്ടല്ലോ ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. എൻ്റെ വായ നല്ല രീതിക്ക് വെള്ളം വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് തലയുടെ ഇതും കൂടെ എടുക്കണം, അത് മറക്കരുത്. നമുക്ക് കുറച്ചൊന്ന് എടുക്കാമേ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല വായ നല്ല രീതിക്ക് വെള്ളം വരുന്നു. നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി സാധനം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. ഇതെന്താണെന്ന് അറിയാമല്ലോ, കഞ്ഞിയുടെ മീൻസ് നമ്മളെ പഴങ്കഞ്ഞിയുടെ വെള്ളമാണ്. അപ്പം ഇത് കുടിച്ചു നോക്കാം. അടിപൊളി മക്കളെ, അടിപൊളി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു കൊതി ഊർപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.